നമസ്കാരം. ട്രംപിന്റെ ചതിയിൽ പുടിൻ തടവിൽ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനമുണ്ടാകുമെന്നുള്ള വാർത്തകൾ വരുമ്പോഴും ചോരപ്പുഴയാണ് ഒഴുകുന്നത്. 4 വർഷമായി യൂറോപ്പിനെ ചുട്ടുപൊള്ളിക്കുന്ന യുക്രൈൻ റഷ്യ യുദ്ധം. ആ യുദ്ധത്തിൽ നിന്ന് ഒടുവിലൊരു സമാധാന വാർത്ത വരുന്നു എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതെന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സമാധാന വാർത്ത? യുദ്ധം അവസാനിക്കുമെന്നാണോ, അതോ ഇനി യുദ്ധം ഇല്ല എന്നുള്ളതാണോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, യുദ്ധം അവസാനിക്കില്ല. ചിലപ്പോൾ ഇപ്പോൾ ട്രംപ് പറയുന്ന പോലെ യുക്രൈനിലൊക്കെ വളരെ വലിയ ശൈത്യമാണ്. ആ ശൈത്യമുള്ളത് കൊണ്ട് തന്നെ ഒരാഴ്ച കാലത്തേക്ക് പുടിൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു, യുദ്ധം നിർത്തിവെക്കുന്നു. അതായത് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ആരംഭിക്കാം എന്നുള്ളത്. പക്ഷെ ഇതിനകത്തൊരു സമാധാന വാർത്ത ഉണ്ടാക്കിയെടുക്കുവാൻ, അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റം നടത്തുവാൻ വേണ്ടിയിട്ട് യുക്രൈനെയും റഷ്യയും ഒരു ശ്രമം നടത്താൻ ട്രംപ് നടത്തിയ ചാണക്യ ബുദ്ധിയുണ്ടല്ലോ. പുടിന്റെ കൊട്ടാരത്തിലേക്ക് സെലൻസ്കിയെ ക്ഷണിച്ചുകൊണ്ടുള്ള ക്രെംലിന്റെ വാർത്ത വരുന്നു. അവിടെ ട്രംപിന്റെ ചാണക്യ തന്ത്രത്തിന് മുന്നിൽ സത്യത്തിൽ പുടിൻ വീഴുകയാണ്. തടവിലാകുന്ന തരത്തിലുള്ള അമേരിക്കയുടെ ചതി എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. മാത്രമല്ല, പലപ്പോഴും യുദ്ധങ്ങളെ അവസാനിപ്പിക്കുന്നത് തങ്ങളാണ് എന്നുള്ള നിലപാടും എടുത്തിട്ടുള്ള ട്രംപിന്റെ ചതിക്കുഴികൾ ഇതും അത്തരത്തിലൊരു ചതിക്കുഴിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തന്നെ കൊന്നൊടുക്കാൻ മിസൈലുകൾ അയക്കുന്ന പുടിന്റെ കൊട്ടാരത്തിലേക്ക് വരുവാൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് റഷ്യ ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു. വെറുതെയല്ല ഈ വിളി. വൈറ്റ് ഹൗസിന്റെ അമരത്തിരുന്ന് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന അതിശക്തമായിട്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഫലമാണിതെന്ന് ലോകം തിരിച്ചറിയുന്നുണ്ട്. അബുദാബിയിലെ ആഡംബര ഹോട്ടലുകളിൽ അടച്ചിട്ട മുറികളിൽ അമേരിക്കൻ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ ലക്ഷ്യം കാണുന്നു എന്നുള്ളതാണ് സൂചന. പുടിനും സെലൻസ്കിയും ഉടൻ നേർക്കുനേർ കണ്ടേക്കുമെന്നുള്ള വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകിയ സൂചനകളടക്കം ഉണ്ടാകുമ്പോഴും ഒരൊറ്റ ചോദ്യം ബാക്കിയാകുന്നു. ലോകം ചോദിക്കുന്ന ചോദ്യം ഒന്നാണ്: ഭൂമി വിട്ടുകൊടുക്കുവാൻ സെലൻസ്കി തയ്യാറാകുമോ എന്ന്. അത്തരത്തിൽ ഭൂമി വിട്ടുകൊടുക്കലില്ല എന്നുണ്ടെങ്കിൽ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു വശത്ത് സമാധാന ചർച്ചയും മറുവശത്ത് യുദ്ധവും കൊടുമ്പിരിക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഒരു വശത്ത് സമാധാന ചർച്ചകൾ ഇങ്ങനെ മുറുകി വരുമ്പോൾ മറുവശത്ത് യുദ്ധം ചോരപ്പുഴ ഒഴുക്കുകയാണ്. ചർച്ച വേണ്ട, യുദ്ധം മതി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ചെച്നിയൻ നേതാവ് റംസാൻ കദിറോവ് രംഗത്തെത്തിയതോടുകൂടിയാണ് റഷ്യൻ ക്യാമ്പിലെ തന്നെ ഭിന്നത വെളിവാകുന്നത് എന്നതാണ്. മോസ്കോയിലേക്ക് സെലൻസ്കി ചെന്നാൽ സുരക്ഷ ഉറപ്പാക്കാമെന്ന് ക്രെംലിൻ പറയുമ്പോഴും അത് ചതിക്കുഴിയാണോ എന്ന് കീവ് ഭയപ്പെടുന്നു, അതായത് യുക്രൈൻ നേതാവ് ഭയപ്പെടുന്നു എന്നതാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റവും പുതിയ യുദ്ധക്കെടുതിയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൈമാറിയതിന് പിന്നാലെയാണ് ക്രെംലിൻ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഒരുമിച്ചൊരു കസേരയ്ക്ക്, ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് പറഞ്ഞു തീർക്കാവുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കാമെന്ന്. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ പരസ്പരം ആക്രമണം നടത്തുന്നത് നിർത്താൻ മോസ്കോയും കീവും തമ്മിൽ ധാരണയായിട്ടുള്ള വാർത്തകളോട് പ്രതികരിക്കാൻ പക്ഷേ ക്രെംലിൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടായിരിക്കും? യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയല്ലേ അത്? കഴിഞ്ഞ വാരാന്ത്യത്തിൽ അബുദാബിയിൽ നടന്ന അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ സമാധാന ശ്രമങ്ങൾക്ക് പുതിയ വേഗത പകർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എങ്കിലും റഷ്യയുടെയും യുക്രൈന്റെയും നിലപാടുകൾ തമ്മിൽ ഇപ്പോഴും വലിയ വ്യത്യാസങ്ങൾ, അന്തരങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വശത്ത് അതിശക്തമായിട്ടുള്ള പോരാട്ടം തുടരുമ്പോൾ മറുവശത്ത് മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് തകർന്ന വൈദ്യുതി വിതരണം മൂലം കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്ന കീവ് എന്ന് പറയപ്പെടുന്ന യുക്രൈന്റെ തലസ്ഥാന നഗരിയടക്കം നമുക്ക് കാണേണ്ടി വരുന്നു. ജനങ്ങളുടെ ഗതികേടടക്കം കാണേണ്ടി വരുന്നു. അപ്പോൾ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളത്. മിസൈൽ ആക്രമണങ്ങൾ തുടരുമ്പോൾ എങ്ങനെയാണ് യുദ്ധം അവസാനിക്കുക? ഇവിടെ അബുദാബി ചർച്ചകൾക്ക് ശേഷം സെലൻസ്കിയും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയേറിയതായിട്ട് അമേരിക്ക പറയുന്നുണ്ട്. പക്ഷേ റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ച ഈ വരുന്ന ദിവസങ്ങൾ ഞായറാഴ്ച അബുദാബിയിൽ നടക്കാനിരിക്കുന്നു. ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ ഈ സംഘർഷം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകളിൽ വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതടക്കം പറയുമ്പോഴും സമാധാനം വരുന്നു എന്നുള്ളതാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ട്രംപിന്റെ ചതിയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടിവരും. എങ്കിലും യുദ്ധാനന്തരം ഏത് പ്രദേശം ആർക്ക് ലഭിക്കും? അന്താരാഷ്ട്ര സമാധാന സേനയുടെ സാന്നിധ്യം, റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള സാപ്പറോഷ്യ ആണവ നിലയത്തിന്റെ ഭാവി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നു. അവിടെയാണ് സെലൻസ്കിയെ മോസ്കോയിലേക്ക് ക്ഷണിച്ച കാര്യത്തിൽ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല എന്ന് ക്രെംലിൻ വക്താവായിട്ടുള്ള ദിമിത്രി പെസ്കോവ് പറയുന്നു. സമാനമായിട്ടുള്ള ഒരു ക്ഷണം കഴിഞ്ഞ വർഷം സെലൻസ്കി നിരസിക്കുകയും ചെയ്തിരുന്നു. തന്റെ രാജ്യത്തിന് നേരെ ദിവസവും മിസൈലുകൾ തൊടുക്കുന്ന രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്ക് പോകുവാൻ കഴിയില്ല എന്ന് തന്നെയാണ്
അന്ന് സെലൻസ്കി പ്രഖ്യാപിച്ചത്. പകരം പറയുന്നത് പുടിൻ കീവിലേക്ക് വരണമെന്നാണ് അന്ന് സെലൻസ്കി വാദം മുന്നോട്ട് വെച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല എന്നതാണ്. അതായത് പുടിനും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്ന് പറയപ്പെടുന്ന കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളോടെയും ഫലപ്രാപ്തി ലക്ഷ്യം വെച്ചുമുള്ളതാകണമെന്ന് മോസ്കോയിലെത്തിയാൽ സെലൻസ്കിയുടെ സുരക്ഷ അടക്കം ഉറപ്പാക്കണമെന്നോ അല്ലെങ്കിൽ അത് ഉറപ്പാക്കുമെന്നോ ഒക്കെ ക്രെംലിൻ അറിയിക്കുമ്പോഴും ഇതൊരു ചതിക്കുഴിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നിലവിൽ റഷ്യയുടെ നിയന്ത്രണത്തിലല്ലാത്ത ഡൊണേറ്റ്സ്ക് അടക്കമുള്ള മേഖലയുടെ 20% ഭാഗത്ത് നിന്ന് ഉക്രൈൻ സൈന്യം പിന്മാറണമെന്നാണ് റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്. യുദ്ധക്കളത്തിൽ പിടിച്ചെടുക്കാത്ത അല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഭൂമി വിട്ടു നൽകുവാൻ കഴിയില്ല എന്ന് കീവ് വ്യക്തമാക്കുമ്പോഴും റഷ്യ ഇത്തരത്തിലുള്ള ഭൂമി കൈമാറ്റ വ്യവസ്ഥിതികൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ സമാധാനം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അതേസമയം ഇവിടെ സമാധാന ചർച്ചകളെക്കാൾ യുദ്ധം തുടരുന്നതാണ് നല്ലത് എന്ന് ചെച്നിയൻ നേതാവുള്ള റംസാൻ കദിറേവ് അഭിപ്രായപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. താൻ ചർച്ചകൾക്ക് വിരുദ്ധനാണ് എന്നും യുദ്ധം അതിന്റെ അന്ത്യം വരെ തുടരണമെന്നുമാണ് കദിറോവ് മോസ്കോയിൽ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ റഷ്യൻ സംവിധാനത്തിന് കീഴിൽ, റഷ്യൻ മന്ത്രിസഭയുടെ ഭരണ സംവിധാനത്തിന് കീഴിൽ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാകുന്നു. യുദ്ധം തുടരണമെന്ന് അവകാശപ്പെടുന്ന കദിറോവിനെ പോലുള്ളവർ തുടരുമ്പോഴും പുടിൻ മൗനം പാലിക്കുന്നു. പുടിനും സെലൻസ്കിയും തമ്മിൽ ഒരു മേശയ്ക്കരികിൽ ഇരുന്ന് സംസാരിച്ചു തീർക്കാവുന്ന വിഷയങ്ങളായിരുന്നുവെങ്കിൽ അത് മുൻപേ നടന്നേനെ. പക്ഷെ ഇപ്പോഴും ഇതിന് മുൻകൈയെടുത്ത് നിൽക്കുന്നത് ട്രംപാണ്. ട്രംപിന്റെ ഉദ്ദേശം മറ്റു പലതുമാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് റഷ്യയെ ഏത് വിധേനയും തന്റെ വരുതിയിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ളതാണ്. പുടിനെ തടവിലാക്കുക എന്നുള്ളതാണ്. പുടിനെ പോലൊരു നേതാവ് വളർന്നു വരുന്നത് ട്രംപിനെ പോലൊരു നേതാവിന് ഒരിക്കലും ആശാസ്യമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയുള്ള ട്രംപിന്റെ പ്രവർത്തികൾ എന്ന് പറയപ്പെടുന്നത് റഷ്യയെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്രയാണത്. ഇവിടെ ഇറാനുമായിട്ടുള്ള യുദ്ധം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും അമേരിക്കയുടെ ഈ ചതിപ്രയോഗങ്ങൾ റഷ്യയോട് നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇറാനെ വളരെ കൃത്യമായിട്ട് മിസൈലുകൾ നൽകി വ്യോമാക്രമണ സാധ്യതകൾ നൽകി സഹായിക്കുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറയപ്പെടുന്നത് റഷ്യയാണ്. റഷ്യയുടെ കരുത്തുറ്റ ആയുധ ശേഖരത്തിൽ നിന്ന് അത്തരത്തിലുള്ള ആയുധങ്ങൾ ഇറാനെ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇറാൻ വളരെ കൃത്യമായിട്ടുള്ള യുദ്ധ തന്ത്രങ്ങൾ മെനയുകയും അമേരിക്കയെയും ട്രംപിനെയും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഇസ്രയേലിനെ ആണെങ്കിലും ഖത്തറിനെയും ഒമാനെയും സൗദിയും അടക്കമുള്ള രാജ്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കും ഇറാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ആ രാജ്യങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ബാധ്യത കൂടി അമേരിക്കയ്ക്കുണ്ട്. ആ രാജ്യങ്ങളിലെ അവരുടെ രാജാക്കന്മാരടക്കം നേതാക്കന്മാരടക്കം ട്രംപിനോട് പറഞ്ഞു കഴിഞ്ഞു തങ്ങളുടെ വിമാനത്താവളങ്ങളടക്കം ഇവർക്ക് യുദ്ധ സന്നാഹത്തിന് ഒരുക്കി നൽകില്ല എന്ന്. അപ്പോൾ ആ ഒരു സാധ്യത കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഇവിടെ റഷ്യയുടെ കരുത്തിനെ വില കൽപ്പിക്കേണ്ടി വരും. റഷ്യയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ തടയിടേണ്ടി വരും. അവിടെയാണ് ഇവിടെ ഇപ്പോൾ അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നത്. ഇത് ചില വീരവാദങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. കാരണം താൻ നടപ്പിലാക്കിയ അറിയാമല്ലോ, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് തങ്ങളാണ് എന്ന്. ഹമാസിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അവിടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വരുന്ന യുദ്ധം അവസാനിപ്പിച്ചത് തങ്ങളാണ് എന്നും അവകാശവാദം ഉന്നയിക്കുന്നത് പോലെയാണ് ഇവിടെ ഇനി ഉക്രൈൻ റഷ്യ യുദ്ധം ഞങ്ങളാണ് അവസാനിപ്പിച്ചത് എന്ന് പറയിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇത് നടക്കില്ല. ഈ ഉക്രൈൻ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഭൂമി വിട്ടു നൽകാതെ റഷ്യ ഒരടി പോലും പിന്നാക്കം പോകില്ല. അതുകൊണ്ട് തന്നെ സമാധാന ചർച്ചകൾ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഉക്രൈനാണ് തീരുമാനമെടുക്കേണ്ടത്, അല്ലെങ്കിൽ സെലൻസ്കിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഒരു സമാധാനം പുലരണമെങ്കിൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ റഷ്യൻ പ്രസിഡന്റിനോട് ഒരു അയവ് സ്വീകരിക്കുന്ന നയം സ്വീകരിക്കേണ്ടി വരും. ഒരു അയവുള്ള ഒരു നയം സ്വീകരിക്കേണ്ടി വരും. അതിന് തയ്യാറാവേണ്ടത് സെലൻസ്കിയാണ്. അവർ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഭൂമി റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മാത്രമായിരിക്കും അത്തരത്തിലൊരു സമാധാന കരാർ ഉണ്ടാകാൻ പോകുന്നത്. അല്ലാതെ ട്രംപിന്റെ ചതിയിൽ വീണു പോകുന്ന റഷ്യയോ അല്ലെങ്കിൽ പുടിനെയോ ആയിരിക്കരുത് അവിടെ ഉണ്ടാകേണ്ടത്. പകരം റഷ്യയിൽ തന്നെയുള്ള ഒരു വിഭാഗം യുദ്ധം മതി എന്ന് ആഗ്രഹിക്കപ്പെടുമ്പോൾ സെലൻസ്കിയെ ഏത് വിധയും തകർക്കുക അല്ലെങ്കിൽ സെലൻസ്കിയെ വധിക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും റഷ്യയുടെ ഒരു വിഭാഗം നേതാക്കന്മാർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളത് ട്രംപിന്റെ ചതിക്കുഴിയിൽ വീഴാതിരിക്കുന്നതായിരിക്കും റഷ്യക്ക് നല്ലത് എന്നുള്ളത്. ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ശൈത്യകാലമാണ്. ഒരാഴ്ചക്കാലം യുദ്ധം നിർത്തിവെക്കുന്നു. അതിനുശേഷം യുദ്ധം തുടരുമെന്നുള്ള അറിയിപ്പ് തന്നെയാണ് പുടിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതുകൊണ്ട് തന്നെ. കാരണം അതിശൈത്യമാണ്. അതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു യുദ്ധ സാധ്യതയെ നിർത്തിവെക്കപ്പെടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ട്രംപ് വിചാരിക്കുന്നത് പോലൊന്നും യുക്രൈനിലും റഷ്യയിലും നടക്കാൻ പോകുന്നില്ല.
യുദ്ധം അവസാനിക്കുന്നത്, ഈ സമാധാന കരാർ ഉണ്ടാകുന്നത് ഒന്നുകിൽ ഭൂമി കൈമാറ്റത്തിലൂടെ അല്ലെങ്കിൽ യുക്രൈന്റെ പരാജയത്തിലൂടെ.